മഹാഭാരതത്തിൽ തൻ്റെ അസാമാന്യ ശക്തിയിൽ അഹങ്കരിച്ചിരുന്ന ഭീമസേനൻ വായുപുത്രനായ ഹനുമാന്റെ മുന്നിൽ തൻ്റെ അഹങ്കാരം അവസാനിപ്പിച്ച ഒരു കഥയുണ്ട്. ആ കഥയൊന്ന് കേൾക്കാം. ബദരിയിൽ പാണ്ഡവന്മാർ താമസിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം വടക്കുനിന്ന് വീശിയ കാറ്റിൽ എവിടെ നിന്നോ സൗരഭ്യം പരത്തുന്ന ഒരു മനോഹര പുഷ്പം പാഞ്ചാലിയുടെ അരികിൽ വന്നു വീണു. പുഷ്പത്തിന്റെ വർദ്ധിച്ച സൗന്ദര്യവും അതിന്റെ സൗരഭ്യവും ദ്രൗപദിയെ ശരിക്കും മത്തുപിടിപ്പിച്ചു. അത്തരം കുറേ പുഷ്പങ്ങൾ കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം പാഞ്ചാലി ഭീമസേനനോട് പറഞ്ഞു. പ്രിയപത്നിയുടെ ആഗ്രഹസാധ്യത്തിനായി തന്റെ ഗദയുമെടുത്ത് ഉടൻ തന്നെ ഭീമസേനൻ ആ സുന്ദര സുരഭില പുഷ്പം അന്വേഷിച്ച് വടക്കോട്ട് യാത്രയായി. കാടുകളും മേടുകളും നാടുകളും നഗരങ്ങളും കടന്ന് ഭീമൻ ഗന്ധമാദന പർവ്വതത്തിലുള്ള കദളീവനത്തിലെത്തി. വായുപുത്രനായ ഹനുമാന്റെ വാസസ്ഥലമാണ് കദളീവനം. ഭീമസേനന്റെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്ന ഹനുമാൻ ഭീമന്റെ അഹങ്കാരമൊന്ന് ശമിപ്പിക്കാൻ മനസ്സിലുറച്ചു. ഹനുമാൻ ഭീമന്റെ വഴി തടഞ്ഞുകൊണ്ട് ക്ഷീണിതനായി കിടന്നു. തനിക്ക് മാർഗതടസ്സമായി കിടക്കുന്ന മുതുക്കൻ കുരങ്ങനോട് വഴിമാറി തരുവാൻ ഭീമസേനൻ കൽപ്പിച്ചു. താൻ ക്ഷീണിച്ചവശനായതിനാൽ എഴുന്നേറ്റ് മാറാനൊക്കില്ലെന്ന് ഹനുമാനും. അതിനാൽ വഴിയിൽ നീണ്ടുകിടക്കുന്ന തൻ്റെ വാൽ മാറ്റിവെച്ചിട്ട് പൊയ്ക്കൊള്ളാൻ ഹനുമാൻ ഭീമനോട് നിർദ്ദേശിച്ചു. മുതുക്കൻ കുരങ്ങന്റെ വാല് തൻ്റെ ഗദ കൊണ്ട് ഒന്ന് തോണ്ടി മാറ്റാനേയുള്ളൂ എന്ന ചിന്തയാൽ ഭീമൻ ഗദ ഉപയോഗിച്ച് അപ്രകാരം ചെയ്യാനൊരുങ്ങി. പക്ഷേ നിഷ്പ്രയാസമെന്ന് ഭീമൻ കരുതിയ കാര്യം വളരെയധികം പണിപ്പെട്ടിട്ടും കുരങ്ങന്റെ വാൽ മാറ്റാൻ പോയിട്ട് ചെറുതായൊന്ന് അനക്കാൻ പോലും ഭീമസേനനായില്ല. ഒരു മുതുകിഴവൻ കുരങ്ങന്റെ മുന്നിൽ തന്റെ ശക്തി മുഴുവൻ ചോർന്നത് കണ്ട ഭീമസേനൻ തന്റെ അസാമാന്യ ശക്തിയിലുണ്ടായിരുന്ന അഹങ്കാരം നിശ്ശേഷം അവസാനിപ്പിച്ചു. ഭീമന്റെ അഹങ്കാരത്തിന് ശമനം വന്നുവെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ താൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തി. ഭീമനും വായുപുത്രനാണല്ലോ. തന്റെ ജ്യേഷ്ഠനായ ഹനുമാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ഭീമസേനനെ ഹനുമാൻ അനുഗ്രഹിച്ച ശേഷം ശ്രീരാമന്റെ കഥ മുഴുവൻ പറഞ്ഞുകൊടുത്തു. ഭീമൻ അന്വേഷിച്ചിറങ്ങിയ പുഷ്പം കല്യാണ സൗഗന്ധികമാണെന്നും ആ വിശിഷ്ട പുഷ്പം കുബേരന്റെ അധീനത്തിലുള്ള സൗഗന്ധിക പൊയ്കയിലാണ് ഉള്ളതെന്നും ഹനുമാൻ വിവരിച്ചു. അങ്ങോട്ടുള്ള വഴിയും പറഞ്ഞുകൊടുത്തു. കുബേരന്റെ അധീനതയിലുള്ള സൗഗന്ധിക പൊയ്കയിലിറങ്ങിയ ഭീമസേനൻ നീന്തിച്ചെന്ന് ആവശ്യമുള്ളത്ര പുഷ്പങ്ങൾ പറിച്ചെടുത്തു. അനുവാദം കൂടാതെ കുബേര പൊയ്കയിലിറങ്ങിയ ഭീമസേനനോട് കാവൽക്കാരായ രാക്ഷസർ എതിർത്തു നിന്നുവെങ്കിലും ഭീമൻ നിഷ്പ്രയാസം അവരെയെല്ലാം തോൽപ്പിച്ചോടിച്ചു. വിവരമറിഞ്ഞ കുബേരൻ ഭീമന് പുഷ്പങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാനുള്ള അനുവാദം നൽകി. വിശിഷ്ടമായ കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ ഭീമസേനൻ കൊണ്ടുപോയി പാഞ്ചാലിക്ക് സമ്മാനിച്ചു. കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കഥാവായന കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.